കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇന്ന് ശയനപ്രദക്ഷിണത്തെ പറ്റി ചെറിയ കുറച്ചറിവുകൾ, കുഞ്ഞു കുഞ്ഞ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ പുതുതായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുരുവായൂരപ്പ ശരണം. പ്രദക്ഷിണത്തെ പറ്റി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പന് അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ഈ ശയനപ്രദക്ഷിണം. പൊതുവിൽ പുരുഷന്മാരാണ് കൂടുതലായിട്ട് ശയനപ്രദക്ഷിണം ചെയ്യുന്നത്. സ്ത്രീകൾ അടിപ്രദക്ഷിണമാണ് ചെയ്യുന്നത്. അവനവൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു നോയമ്പോ വഴിപാടോ എന്തു തന്നെ ആയാലും അതിൻ്റെ ഫലം ഇരട്ടിയായിരിക്കും. നമുക്ക് പല പല ആഗ്രഹങ്ങളുണ്ടാവും. നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു, പറയുന്നു, നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയുന്നു. ആവശ്യങ്ങളൊക്കെ നിറവേറ്റിത്തരാൻ, നടത്തിത്തരാൻ ഗുരുവായൂരപ്പനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഈ ശയനപ്രദക്ഷിണം അല്ലെങ്കിൽ അടിപ്രദക്ഷിണം നേരാറുണ്ട്. മറ്റുള്ള വഴിപാടുകളെ അപേക്ഷിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവനവൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു അർച്ചന ആയതുകൊണ്ട് അതിന് ഫലം കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ നോയമ്പുകളൊക്കെ പ്രത്യേകത. കാരണം എന്തെങ്കിലും ഒന്ന് ത്യജിക്കുക, ആ ത്യജിക്കുന്നതിന് അത് ഇന്നതെന്നില്ല, എന്തായാലും അതിന് പവർ കൂടുതലാണ് എന്ന് പറയാം. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ എന്താണ് ശയനപ്രദക്ഷിണം അല്ലെങ്കിൽ ശയനപ്രദക്ഷിണം എങ്ങനെയാണ് ഗുരുവായൂരിൽ ചെയ്യുക, അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ നോയമ്പെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശയനപ്രദക്ഷിണം ചെയ്യുമ്പോൾ ഒരു തയ്യാറെടുപ്പെന്നോണം ഭഗവാനോട് പ്രാർത്ഥിച്ച് ഒരു അനുഗ്രഹം വാങ്ങി നോയമ്പെടുക്കുക. നോയമ്പെടുത്ത് നമ്മൾ ഗുരുവായൂരിലെത്തി കഴിയുന്നത് ഒരു 4 മണിക്കൂർ ഡിസ്റ്റൻസിൽ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചപാട് ഒരിക്കലും നമ്മൾ ശയനപ്രദക്ഷിണം ചെയ്യരുത്. കാരണം ഛർദ്ദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കഴിയുന്നത് നിങ്ങളൊരു 3-4 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ചിരിക്കുക. ശയനപ്രദക്ഷിണം ചെയ്യുമ്പോൾ ഒരിക്കലും അതിനടുപ്പിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക. നമ്മൾ തീർത്ഥക്കുളത്തിലേക്ക് പോവുക. അവിടുന്ന് നമ്മൾ മുങ്ങുക. ആ ഭഗവാന്റെ തീർത്ഥക്കുളത്തുനിന്ന് മുങ്ങിയിട്ട് ഈറനുടുത്തിട്ട് ആ കൊടിമരത്തിൻ്റെ താഴെ നിന്നും നമുക്ക് ശയനപ്രദക്ഷിണം തുടങ്ങാം. പിന്നെ ശയനപ്രദക്ഷിണം ചെയ്യുമ്പോൾ ചില ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ് മറ്റൊരാളെ കൊണ്ട് ഇങ്ങനെ തള്ളുക, അങ്ങനെ ചെയ്യിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പരമാവധി നിങ്ങൾ അസുഖവും വയ്യാത്ത ആളുകളൊക്കെ അങ്ങനെ ചെയ്യാമെന്നല്ലാതെ ഒരുവിധം നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ചെയ്യുക. മറ്റൊരാളെ കൊണ്ട് അത് ശരീരത്തിൽ ടച്ച് ചെയ്യിപ്പിക്കാതെ നിങ്ങൾ തന്നെ ചെയ്യുക. പിന്നെ ഭഗവാന്റെ ക്ഷേത്രം നിങ്ങൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നാമം ജപിക്കുക. അതെന്ത് നാമം, ഇന്ന നാമം എന്നൊന്നുമില്ല. നാരായണ നാരായണ നാരായണ, അല്ലെങ്കിൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ മന്ത്രം നിങ്ങൾക്ക് ചെല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇങ്ങനെ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഏത് നാമങ്ങളും നിങ്ങൾക്ക് ചെല്ലാം. അപ്പോൾ ഈറനോട് കൂടിയിട്ട് നിങ്ങൾ ആ ശയനപ്രദക്ഷിണം ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ കൊടിമരത്തിൻ്റെ അടുത്തുനിന്ന് തുടങ്ങി തിരിച്ച് കൊടിമരത്ത് എത്തുന്നത് വരെ അത് എത്രയും ചെയ്യുക കേട്ടോ. ഏറ്റവും ചുരുങ്ങിയത് തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ആ ഈറനോട് കൂടിയിട്ട് ശയനപ്രദക്ഷിണം പൂർത്തീകരിക്കുക. തിരിച്ച് കൊടിമരത്തിൻ്റെ അടുത്ത് വന്ന് ആ പ്രദക്ഷിണം പൂർത്തീകരിക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ തീർത്ഥക്കുളത്ത് പോയിട്ട് കുളിച്ച് നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഭഗവാനെ വന്നിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ എഴുതി വെച്ചോളൂ. ഞാനിത് നിസ്സംശയം പറയാം. ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ വന്ന് കമൻ്റ് ഇടും, എനിക്ക് ഉറപ്പാണ്. ഈ വീഡിയോ കാണുന്ന ഏതോ ഒരാൾക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്.
ഇതിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ഏതോ ഒരാളുണ്ടാവാം, അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉറപ്പിച്ചോളൂ, നിങ്ങൾ മനസ്സിലൊരാഗ്രഹം സാധിച്ച് ഈ ശയനപ്രദക്ഷിണം നേരുക. നിങ്ങളത് ശയനപ്രദക്ഷിണം ഭംഗിയായിട്ട് പൂർത്തീകരിക്കുക. ഉറപ്പായിട്ട് ഗുരുവായൂരപ്പൻ നിങ്ങളെ കൂടെ ഉണ്ടാവും. ഒരു സംശയവും വിചാരിക്കേണ്ട. ഭംഗിയായിട്ട് നിങ്ങൾക്ക് ആ ശയനപ്രദക്ഷിണം പൂർത്തീകരിക്കാൻ കഴിയട്ടെ. പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.